പട്ടിണി കൊടുത്ത് ആഹാരം കഴിക്കാതെ അവൾ എത്രയും മാസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സ്കൂൾ അടപ്പിന് 3 മാസം നിന്നിട്ട് 4ൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ ആഹാരം കൊടുക്കൂല. ജാതി ഒരു ജാതി ഭ്രഷ്ട്. അവരുടെ മോൻ ഇന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മോൻ വിളിച്ചോണ്ട് പോയത്. എന്നിട്ട് അവൻ അങ്ങനെയൊന്നും അവൻ ഒന്നും പറയണില്ല. ഇപ്പം അവനും അമ്മയും എല്ലാം കൂടെ ഒറ്റ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തത്. 8 വർഷം കൊണ്ട് ഭയങ്കര വഴക്കും ചണ്ടയും തന്നെ. ആഹാരം എടുത്ത വഴക്ക്, ജാതി പ്രശ്നം, എപ്പോഴും ജാതി പറഞ്ഞ് വഴക്കുണ്ടാക്കും. അതൊക്കെ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്. അവർ സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി വിവാഹം കഴിഞ്ഞ് ഇന്നപ്പോൾ അവരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചപ്പോൾ അന്ന് തന്നെ എൻ്റെ അമ്മ വന്ന് കൊണ്ടുപോയിട്ട് അന്ന് തൊട്ട് ഇന്ന് മരിക്കണ ദിവസം വരെ സ്വയം കൊടുത്തിട്ടില്ല. മകള് എൻ്റെ രാത്രി 6:30 എന്നെ ശനിയാഴ്ച വിളിച്ച്, ഉമ്മ പിന്നെ ഭയങ്കര വഴക്കും ചെണ്ടുവാണെന്ന് പറഞ്ഞു. എനിക്ക് എന്തോന്നിന് ചിക്കൻ കറിയുടെ കാര്യത്തിനാണ്. ഞാൻ പറഞ്ഞു ചിക്കൻ കറി കളഞ്ഞിട്ട് നീ എൻ്റെ വീട്ടിൽ വാന്ന് പറഞ്ഞു. അമ്മ ഞാൻ ഒളിച്ച് നിന്നാണ് സംസാരിക്കണം, ബാത്റൂമിൽ കയറി സംസാരിക്കണം. അത് പിന്നെ ഇപ്പം അവരറിയണമെങ്കിൽ വഴക്ക് പറയും എന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. 8:30 പിറ്റേന്ന് 8:30 ഒരാൾ വിളിച്ചു പറഞ്ഞു, കാവേരി മലയൻകീഴോട്ട് വരണം. എനിക്ക് എന്ത് അത് ഒരു പ്രശ്നമല്ല, നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു മോയില്ല, മോൻ വന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂത്ത മോൾ ആ നമ്പർ വാങ്ങിച്ച് അവരെ വീട്ടിൽ വിളിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞു. പിന്നീടാണ് എൻ്റെ അനിയൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞ കാര്യങ്ങൾ. അവരും 8 വർഷം കൊണ്ട് ഭയങ്കര വഴക്കും ചണ്ടയും തന്നെ. ആഹാരം എടുത്ത വഴക്ക്, ജാതി പ്രശ്നം, എപ്പോഴും ജാതി പറഞ്ഞ് വഴക്കുണ്ടാക്കും. അതൊക്കെ എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട്. ആഹാരം എടുത്ത വഴക്ക്, ആഹാരം കഴിച്ച വഴക്ക്, എല്ലാം ഭയങ്കര പ്രശ്നമാണ്. ജാതി പറഞ്ഞു വേണ്ടി കണക്കും. അവർ സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി വിവാഹം കഴിഞ്ഞ് ഇന്നപ്പോൾ അവരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചപ്പോൾ അന്ന് തന്നെ എൻ്റെ അമ്മ വന്ന് കൊണ്ടുപോയിട്ട് അന്ന് തൊട്ട് ഇന്ന് മരിക്കണ ദിവസം വരെ സ്വയം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് അവിടെ വഴക്ക് കിടക്കണം ആഹാരത്തിന് പറ്റി. അവര് ചിക്കൻ കറി വെളിയിലത്തെ ഓർഡർ ചെയ്ത കറിയാണ്, അപ്പം നമ്മളെ വീട്ടിൽ വെച്ചതല്ല. ഭർത്താവിനും കൊടുത്ത് അമ്മാവനും കൊടുത്ത് പിന്നെ ലാസ്റ്റ് ഉള്ളത് അമ്മാവിക്ക് വെച്ചിരുന്നു. ഒരു ശകലമാണ് അവള് കഴിച്ചത്. ആ ശകലം അമ്മ ഞാനൊരു ശകലോ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിനാണ് വഴക്ക്. നമ്മളെ വീട്ടിൽ വെക്കണമെങ്കിൽ തോനെ കഴിക്കാം, ഹോട്ടലിൽ ആഹാരം കുറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇവള് തോനെ കഴിച്ചെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി. അങ്ങനെയാണ് ഇവള് പ്രശ്നം നടത്തിയത്. അവിടെ ചിക്കൻ കറിയുടെ കാര്യം വഴക്കുണ്ടാക്കിയത്. അവരായിരിക്കും കാര്യം വർദ്ധിച്ചത്. നമ്മളെ കണ്ടില്ലല്ലോ മക്കളെ. എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് കാവ്യക്ക് സുഖമില്ല എന്ന് ചെല്ലാൻ പറഞ്ഞു. അവരായിരിക്കും. പിന്നെ വേറെ ആരാ? പിന്നെ അവ ഇവിടെ ഇല്ലെന്നാണ് അറിയുന്നത്. മരുമൻ വിഷ്ണു. അവര് പണ്ട് വഴക്കും ചെണ്ട എപ്പോഴും വഴക്കല്ല, അതുകൊണ്ട് അറിയും അവരായിരിക്കും എന്ന്. അവര് തന്നെ വേറെ ആരും ഇല്ല വഴക്കുണ്ടാക്കും. അവര് വഴക്കുണ്ടാക്കും. അങ്ങനെയാണ്. അവിടെ എന്നും വഴക്കി എന്നക്കളെ. പട്ടിണി കൊടുത്ത് ആഹാരം കഴിക്കാതെ അവൾ എത്രയും മാസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ സ്കൂൾ അടപ്പിന് 3 മാസം നിന്നിട്ട് 4ൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ ആഹാരം കൊടുക്കൂല. ഇവിടെ ആഹാരം ഇല്ല, ഇവിടെ ഒന്നുമില്ലെന്നും പറഞ്ഞ് അത് കൂട്ടി താക്കോലെടുത്തിടിപ്പി വെച്ചേക്കും അവര്. ആഹാരം ഈ പ്രസവത്തിന് തന്നെ ആരെങ്കിലും കൊടുക്കാതിരിക്കും ആഹാരം. ഇളയ മൂത്ത കൊച്ചിനും അങ്ങനെ പ്രസവം ആയപ്പോഴും ആഹാരം കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കൊച്ചിനും അങ്ങനെ ആഹാരം കൊടുത്തിട്ടേ ഇല്ല. വയറ് ഒട്ടി വലിഞ്ഞ് ഞാനാണ് പിന്നെ കൊണ്ടുപോയി ആഹാരമൊക്കെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണത്. ഹോട്ടലിലെ ആഹാരങ്ങൾ 2 പ്രസവം ഞാൻ തന്നെ എടുത്തത് എല്ലാം. അത് ഇവര് നാട് വിട്ടു പോയപ്പോൾ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തായിരുന്നു. 25 ലക്ഷം രൂപ ഒരു കടമുണ്ടെന്ന് മുന്നേ വിഷ്ണുവും പിള്ളേരുമായിട്ട് നാട് വിട്ടു പോയി. ചാവാൻ പോയതാണ് വിഷ്ണു. അങ്ങനെയാണ് എൻ്റെ മോളും കൂടി പോയിട്ട് നമ്മൾ പത്രത്തിലും ടി വിയിലിട്ടു. അതേപോലെ അവർ തിരിച്ചു വന്ന് നമ്മൾ കേസ് കൊടുത്തപ്പോഴാണ് മലയൻകീഴ് പോലീസ് നിന്ന് അവിടെ നിന്ന് പറഞ്ഞ്
നിങ്ങൾ വീട് മാറിപ്പോയി, നിങ്ങൾ അവരോട് താമസിക്കേണ്ട, അവർ കൊച്ചു പിള്ളേരാണെന്ന് പറഞ്ഞ് ഇവര് പോവില്ല, ഇവര് അവിടെ തന്നെ നിൽക്കണം. എന്തൊരു കാര്യം പറഞ്ഞാലും അപ്പൊ അവള് പറയും, അമ്മ ഒരു കാര്യവും പറയണ്ട അമ്മ, അത് നമ്മൾ ചേട്ടനും കൊച്ചുങ്ങളും അത് അങ്ങ് പോവാം അമ്മ, പോവാമൊന്ന് അടുത്തൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഇത്രനാലും എത്തിച്ചത്. അവളാണ് ഒന്നും ആരുടെയും പറയാൻ സമ്മതിക്കാത്തത്. എൻ്റെ അവിടെ പോണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് വരം ചോദിക്കണം. തലേ ദിവസമേ എൻ്റെ മോളുടെ അടുത്ത് ചോദിക്കും, അമ്മ ഞാൻ അങ്ങ് വരികയാണ്. അപ്പോഴാണ് മോള് അമ്മാവിടെ അടുത്ത് ചോദിക്കും, എൻ്റെ അമ്മ ഇന്ന് വരും, എൻ്റെ അമ്മ വന്നിട്ട് പോട്ട് എന്ന് പറയും. വേറെ ആരും ആ വീട് കണ്ടിട്ടേ ഇല്ല, ഞാൻ മാത്രമേ കണ്ടിട്ട്. എൻ്റെ മോൾക്ക് വെച്ച വീടാണ്. ആ മോൾക്ക് 4 സെന്റ് തറ കൊടുത്ത് അത് വിറ്റ്, പൈസ നമ്മളെ കണ്ടിട്ടില്ല. അവര് ഇഷ്ടത്തിന് വസ്തു കണ്ട് വെച്ച്, വിഷ്ണുവിൻ്റെ പേരിനാണ് വെച്ചേക്കണ വീട്, മരുമോൻ്റെ പേര്. മോളെ പേര് പോലും അല്ല. മോളെ വസ്തുവാണ് വിറ്റ്, അച്ഛൻ്റെ ഓഹരി വിറ്റുകൊണ്ട് വാങ്ങിച്ചതാണ്. വസ്തു നമ്മൾ കണ്ടിട്ടുമില്ല. പാല് കാച്ചിന് മാത്രം വിളിച്ച് പോയി വന്ന്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവും മക്കളെ കാണാൻ. പിന്നെ ഇപ്പോഴാണെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പ്രസവമൊക്കെ അവളെ എടുത്തിപ്പോൾ കൊച്ചിന് 1.5 വയസ്സായതേ ഉള്ളൂ, ഇളയ കൊച്ചിന്. അങ്ങനെ അമ്മായി വഴക്കും ചണ്ടയും തന്നെ എപ്പം നോക്കിയാലും. ആഹാര പ്രശ്നത്തിന് ജാതി പറഞ്ഞ് എപ്പോഴും വഴക്കും ചണ്ടയും തന്നെ. എന്തോന്ന് എഴുതാലും അങ്ങനത്തെ ജാതിയല്ലേ, മറ്റതേ മറിച്ചതേ എന്ന് പറഞ്ഞ് നിസ്സാര കാര്യം. ഒരു കറി ഉണ്ടാക്കി തന്നെ ജാതി പറഞ്ഞുകൊണ്ടാണ് അവര് വയ്ക്കണത്. ഇപ്പൊ എന്തോ ജാതി, ഒരു ജാതി ഭ്രഷ്ട്. ഒരു മോൻ ഇന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മോൻ വിളിച്ചോണ്ട് പോയത്. എന്നിട്ട് അവൻ അങ്ങനെയൊന്നും ഒന്നും പറയണില്ല. ഇപ്പൊ അവനും അമ്മയും എല്ലാം കൂടെ ഒറ്റ സൈഡിൽ നിന്നുകൊണ്ടായിരിക്കും എൻ്റെ മോളെങ്ങനെ ചെയ്തത്. അല്ലാതെ അവള് ചെയ്യാന്നല്ല. അവള് പറഞ്ഞ് എൻ്റെ മക്കളൊക്കെ ഉണ്ട്, ഭർത്താവുണ്ട്. കൊച്ചിനാണെങ്കിൽ 1.5 വയസ്സായതേ ഉള്ളൂ. പാല് കുടിച്ചോണ്ടിരുന്ന ഉടനെ അവള് കയറി തൂങ്ങിയൊന്നുമില്ല. അവള് എൻ്റെ മൂത്ത മോളോട് ഞാൻ തൂങ്ങിയൊന്നുമില്ല, ഞാൻ എന്തൊരായാലും ഞാൻ മരിക്കൂല, എൻ്റെ മക്കളുണ്ടെന്നാണ് പറയണത്. അവളെ മൂക്കൊക്കെ മുറിഞ്ഞിരിക്കണം, നെറ്റി മുറിഞ്ഞ്, നെറ്റിയൊക്കെ നീല കളറായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ കൊണ്ട് കിടത്തിയപ്പം കണ്ട് കേട്ടോ. അതാണ് ഇങ്ങനത്തെ കാര്യമാണ് എൻ്റെ മോള് പോയത്. പോലീസ് സ്റ്റേഷനിൽ ഇവിടെ വന്ന് അവര് എഴുതിയൊക്കെ എടുത്തോണ്ട് പോയി. ഇനിയിപ്പോ അവിടെ അന്ന് എന്തോന്ന് പറയണമെന്ന് അറിഞ്ഞൂടാ, ഇവരാരും പോയില്ലല്ല. അത് നമ്മളവിടെ നിൽക്കില്ലല്ലോ കളെ, നമ്മളെ പോവും കാണും ഇങ്ങ് പോരും, ഇത്ര തന്നെ. അവന് പെരുമാറ്റം എന്തരാണെന്ന് എനിക്കറിയാൻ പറ്റൂല. നമ്മൾ അവിടെ നിന്ന് 5 ദിവസം നിന്നാലും അന്ന് ഒരിടയ്ക്ക് പ്രസവിക്കാൻ പോയപ്പോൾ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, രാവിലെ ജോലിക്ക് പോകും. ഇങ്ങനെയൊക്കെ വലിയ കാര്യമൊക്കെ തന്നെ. നമ്മൾ ഒരാൾ കണ്ട് ചിരിച്ച് നമുക്ക് ഇങ്ങനെ എന്തൊരറിയാൻ പറ്റും, എൻ്റെ മനസ്സിൽ എന്തോന്നാണെന്ന് അറിയാൻ നമുക്ക് പറ്റൂലല്ലോ. അവൻ്റെ അമ്മരെ വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്തരാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ. എന്തൊരു ഒളിവ്, എന്തൊരു മറച്ചു വെച്ചെന്ന് അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ മോക്ക് ആപത്ത് പറ്റി അവള് പോയി, അതേ പറയാൻ പറ്റുള്ളൂ. അവർക്ക് പൈസ കൊടുത്ത് 10 ലക്ഷം രൂപയും കൊടുത്ത്, പിന്നെ ഈ ഇടയ്ക്ക് പൈസ തന്ന് വാങ്ങിച്ചോണ്ട് പോയി. പൈസ വേണമെന്ന് പറഞ്ഞ് ഒരിടത്തു നിന്നൊക്കെ ഞാൻ കടം മറിച്ച് കൊടുത്ത് അത് വാങ്ങിച്ചോണ്ട് പോയി. 4 സെന്റ് തറയും വിറ്റ് അവർക്ക് അവൻ്റെ വിഷ്ണുവിൻ്റെ പേരിനാണ് വീടും ഇരിക്കണത്, വീട് വെച്ചത്. ഇനി നമുക്കത് തിരിച്ച് വാങ്ങിക്കണം. അത് വാങ്ങിച്ച് എൻ്റെ 2 ചെറുമക്കളുടെ പേരിന് എഴുതി കൊടുക്കണം, ആ വീടും പെരയിടം. അവർക്ക് ഇനി അവിടെ താമസിക്കണ്ട. അതിന് വേണ്ടിയാണ് ഞാൻ ക്യാഷ് കൊടുത്തേക്കണം. ഞാൻ അത് തിരിച്ച് വാങ്ങിക്കണം. അവർ 26 വർഷം കൊണ്ട് വാടക കിടന്ന സിറയാണ്. എന്നിട്ട് അവർക്ക് ഈ വസ്തു കണ്ട് അവൻ്റെ പേരിന് മയമായ എന്തൊക്കെ ചെയ്ത മൈക്ക് എടുത്ത് പെരയിടമല്ല അവൻ്റെ പേരിനാക്കി വെച്ചു. എൻ്റെ പറയാണ്, ലോണ് വിഷ്ണുവിൻ്റെ പേരിന് വെച്ചാല് ലോണ് കിട്ടുള്ളൂ. മലയും കീഴ് വസ്തു വാങ്ങിച്ചത് ഇവളുടെ പേരിന് പഞ്ചായത്ത് ലോണും കിട്ടൂല, ബാങ്കിൽ ഒരു പൈസയും കിട്ടില്ല. വിഷ്ണുവിൻ്റെ പേരുണ്ടെങ്കിൽ കിട്ടുള്ളൂ. അങ്ങനെയാണ് എഴുതി വാങ്ങിച്ച് വെച്ചത്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ കുട്ടി ഇല്ലാതായി.